അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണത്തിനായി ശ്രമിക്കുമ്പോൾ അണ്ടവളർച്ചയും അണ്ടം ക്വാളിറ്റിയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ചാനലിലും ഗ്രൂപ്പിലുമൊക്കെ PCODക്കുള്ള പരിഹാരങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി ഫോളോ ചെയ്ത് PCODയുടെ അനുബന്ധ പ്രശ്നങ്ങളായ ആർത്തവ പ്രശ്നങ്ങൾ, അമിതവണ്ണം, മുടി കൊഴിച്ചിൽ, ഇതിലൊക്കെ ഒരു മാറ്റം കാണുമ്പോൾ തന്നെ അണ്ടങ്ങളുടെ ക്വാളിറ്റി വേണ്ടത്ര ആയിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. PCOD അല്ലെങ്കിൽ PCOS പോലെയുള്ള പ്രശ്നങ്ങൾ, അമിതവണ്ണം, ലോ AMH, ഹോർമോൺ ഇംബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതേപോലെ പോഷകക്കുറവ്, ഇതൊക്കെ അണ്ടങ്ങളുടെ വളർച്ചയെ കുറയ്ക്കുകയോ ഇല്ലാതെയാക്കുകയോ ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൃത്യമായ ഒരു ഫോളോ അപ്പ് നിങ്ങളിൽ ഉണ്ടാവണം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗർഭധാരണത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓവുലേഷൻ നിങ്ങളിൽ നടക്കുകയില്ല. അഥവാ നടന്നാലും അണ്ടം ഒന്നുകിൽ വളർച്ചക്കുറവുള്ളതോ അല്ലെങ്കിൽ വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാത്തതോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം, അതായത് ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ PCOD ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു എന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ തന്നെ ഗർഭം പ്രതീക്ഷിക്കുന്നവരുണ്ട്. പീരിയഡ് ഒരു 2 മാസം കൃത്യമായി വന്നാൽ അടുത്ത മാസം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് കാത്തിരിക്കുന്ന മനസ്സാണ് അധിക പേരുടേതും. എന്നാൽ ആ കാത്തിരിപ്പിന് പകരം 2-3 മാസം കൂടി അണ്ടവളർച്ചയ്ക്കും അണ്ടം ക്വാളിറ്റിക്കും അതോടൊപ്പം തന്നെ ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യത്തിനും ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ സക്സസ് ആവാനും, അതായത് ഭ്രൂണം അബോർഷനായി പോവാതെ ഗർഭപാത്രത്തിൽ ശരിയായി ഉറക്കാനും അങ്ങനെ ഗർഭധാരണം ഉറപ്പാക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങളിൽ ഉണ്ടാകണം. അതിനായി ഒരു 3 മാസത്തെ ഫോളോ അപ്പ് ഞാൻ പറയാം. ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ അണ്ടവളർച്ചയ്ക്കും അണ്ടം ക്വാളിറ്റിക്കും അതിനൊപ്പം യൂട്രസ് ആരോഗ്യവും കൂടി മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഒരു 3 മാസ ഗൈഡൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ ഈ മുഹറം മാസത്തോടെ ഒരു ചലഞ്ച് പറഞ്ഞിരുന്നല്ലോ, 3 മാസത്തെ ചാലഞ്ച്, നിങ്ങളുടെ ഗർഭധാരണം എളുപ്പമാവാൻ വേണ്ടിയുള്ള ഒരു ചാലഞ്ച്. മുഹറം തുടക്കത്തിൽ തന്നെ പറയണമെന്ന് ഞാൻ കരുതിയ വിഷയമായിരുന്നു ഇത്. പക്ഷേ ജോലി തിരക്കുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇതിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. 3 മാസത്തിലായി, അതായത് 90 ദിവസത്തിലായി നമ്മൾ ചെയ്യുന്ന ഈ ചാലഞ്ചിന് 3 വീഡിയോകളിലായി ഞാൻ പറയാം. ആദ്യ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് 1-ാം ഘട്ടം മാത്രം ഈ വീഡിയോയിൽ പറയാം, ബാക്കിയുള്ള 2 ഘട്ടങ്ങളും തുടർന്നുള്ള വീഡിയോകളിലും നമുക്ക് പറയാം. ആദ്യ മാസത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 30 ദിവസം മുഴുവനും നിങ്ങൾ കൃത്യമായി ഇത് ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ അണ്ടവളർച്ചയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കുക, യൂട്രസ് ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഗർഭധാരണ തടസ്സങ്ങൾ നീക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരു ചാലഞ്ചിൽ 1-ാമത്തേത് ഒരു ഫെർട്ടിലിറ്റി ക്ലീൻസ് ഈ മാസം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ശരീര ശുദ്ധീകരണമാണ് ആദ്യം വേണ്ടത്. ഇതിൽ ഓരോന്നും വിശദമായി പറഞ്ഞു തരേണ്ട വിഷയങ്ങളാണ്. പല കാര്യങ്ങളും നേരത്തെ പലപ്പോഴായി നമ്മൾ വീഡിയോകളിൽ പറഞ്ഞതും കൂടിയാണ്. കൂടുതൽ വിശദമായി ഒരു വീഡിയോയിൽ തന്നെ പറയാൻ നിന്നാൽ വീഡിയോ ഒരുപാട് നീണ്ടു പോവുകയും ചെയ്യും. വീഡിയോ കേട്ടിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ മുൻ വീഡിയോകളിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, വേണ്ടവർക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫെർട്ടിലിറ്റി ക്ലീൻസ് ആണ്, അതായത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. 1 മാസം നമ്മൾ ഇത് തുടരണം. നമ്മുടെ മോശം ഭക്ഷണക്രമം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അധിക ഹോർമോണുകൾ, ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകൾ, മറ്റു മരുന്നുകളുടെ ദോഷവശങ്ങൾ, അതുപോലെ തന്നെ ടോക്സിനുകൾ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ആരോഗ്യകരമല്ലാത്ത ഗർഭധാരണത്തിന് തടസ്സമാകുന്ന വസ്തുക്കളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുക. ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഫെർട്ടിലിറ്റി ക്ലീൻസ് കൊണ്ട് പ്രധാനമായും 3 കാര്യങ്ങൾ: കരളിൻ്റെയും വൃക്കയുടെയും ആരോഗ്യം, ഗർഭാശയ ആരോഗ്യം, ട്യൂബിൽ വരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കൽ, അതോടൊപ്പം ഓവറികളിലേക്കും ഗർഭാശയത്തിലേക്കുമുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കൽ, ഇതൊക്കെ ഫെർട്ടിലിറ്റി ക്ലീൻസ് വഴി സാധ്യമാക്കും. ഇഞ്ചി വെള്ളം ഇതിനായി നിങ്ങൾ 1 മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പുറമെ നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞ മുരിങ്ങയില ജ്യൂസ്, ത്രിഫല ചൂർണം, ഇരട്ടി മധുരം, ചൂടുള്ള ചെറുനാരങ്ങ വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത്, ഇവയൊക്കെ ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കും. ബീട്രൂട്ട് ജ്യൂസ് ഈ ആദ്യ മാസം നിങ്ങൾ പതിവാക്കുക. സിസ്റ്റുകളുടെ പ്രശ്നമുള്ളവർ ബീട്രൂട്ട് ജ്യൂസിൽ കറ്റാർ വാഴ നീര് കൂടി ചേർത്ത് കുടിക്കുക. ഇതിന് പുറമെ ആദ്യ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ കൂടി ശ്രദ്ധിക്കുക. ആപ്പിള്, മുന്തിരി, ഫ്ലക്സ് സീഡ്, മല്ലി, മഞ്ഞൾ, വെളുത്തുള്ളി, കോളിഫ്ലവർ, ക്യാബേജ്, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും മറക്കരുത്.
ഫെർട്ടിലിറ്റി ക്ലീൻസ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ രണ്ടാമതായി നമുക്ക് ഈ മാസം വേണ്ടത് ഫെർട്ടിലിറ്റിക്ക് വേണ്ട ഹെർബൽ സപ്ലിമെൻറ്റുകൾ കഴിക്കുക എന്നതാണ്. അശ്വഗന്ധ, ശതാവരി, കറുവപ്പട്ട, അശോകപ്പട്ട എന്നിവ ഇതിനായി തിരഞ്ഞെടുക്കാം. കൂടാതെ കോഎൻസൈം, ക്യൂട്ടന്, ഫോളിക് ആസിഡ്, സെലീനിയം തുടങ്ങി മറ്റു ചില ഫെർട്ടിലിറ്റി സപ്ലിമെൻറ്റുകളെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒരു വൈദ്യനിർദ്ദേശത്തോടെ കഴിക്കുകയാണ് നല്ലത്. ഞാനൊരു ഇൻഫർമേഷൻ എന്ന നിലക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റുകൾ, ഇനോസിറ്റോൾ എന്നിവ കൂടി നിങ്ങളുടെ വിറ്റാമിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. വിറ്റാമിൻ ഡി അണ്ടവളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ്. അതിന് വേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെയിൽ കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്ന് പരിശോധിപ്പിക്കണം. ആവശ്യമെങ്കിൽ ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കാനും ശ്രദ്ധിക്കുക. നാലാമതായി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ പച്ചക്കറികൾ, ഇലക്കറികൾ, ഫ്രൂട്ട്സ് എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകണം. ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മുൻ വീഡിയോകളിലെല്ലാം പറഞ്ഞതാണല്ലോ. അഞ്ചാമതായി ഒരു ഫെർട്ടിലിറ്റി ഡയറ്റ് നിങ്ങൾക്കുണ്ടാകണം. കോഴിമുട്ട, ചെറുമീനുകൾ, ഫോളിക് ആസിഡ് റിച്ചായ ഭക്ഷണങ്ങൾ, ഒലിവ് ഓയിൽ, നട്ട്സ് ആൻഡ് സീഡ്സ്, ഫ്രൂട്ട്സ്, അവക്കാഡോ, ഓട്സ്, നാടൻ കോഴിയിറച്ചി, ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഡയറ്റിൽ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ആറാമതായി ശ്രദ്ധിക്കേണ്ടത് ഫെർട്ടിലിറ്റി മസാജാണ്. പീരിയഡ് ദിവസങ്ങളിൽ മസാജ് ചെയ്യരുത്. കസ്റ്റർ ഓയിൽ മസാജ്, അബ്ഡോമിനൽ മസാജ്, ഫെമോറൽ ആർട്ടറി മസാജ് ഇവയൊക്കെ ഉൾപ്പെടുത്തുക. മുൻ വീഡിയോകളിൽ ഓരോന്നും നമ്മൾ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇനിയും അതിലേക്ക് കടക്കുന്നില്ല. ഏഴാമത്തെ കാര്യം സ്ട്രെസ്സ്, ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം സാധ്യമാക്കുക എന്നതാണ്. സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് അധ്വാനങ്ങളെല്ലാം വെറുതെയാകും. അതുകൊണ്ട് ടെൻഷൻ വേണ്ട, സ്ട്രെസ്സ് വേണ്ട, സങ്കടം വേണ്ട, കരച്ചിലും ഒന്നും ഈ ചാലഞ്ചിൽ നിങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. എട്ടാമതായി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, വിശദീകരിച്ച് പറയുന്നില്ല. നിങ്ങൾ വേഗം ഗർഭിണിയാവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നേരത്തെ ഉറങ്ങുക. 10 മണിയോടെയെങ്കിലും രാത്രി ഉറങ്ങി രാവിലെ ഒരു 5 മണിക്ക് മുന്നേ എണീക്കുന്ന ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കണം. നേരത്തെ ഉള്ള ഉറക്കം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഫെർട്ടിലിറ്റി ക്ലീൻസ്, ശരീരം ശുദ്ധീകരണം ശരിയായി നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഉറങ്ങുക തന്നെ വേണം. രാത്രി 9 മണി മുതൽ 2 മണി വരെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എലിമിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ശരീരത്തിലെ മാലിന്യങ്ങളെ ശരീരം നീക്കം ചെയ്യുന്നത് ഈ സമയത്താണ്. ആ സമയം നമ്മൾ ഉറങ്ങാതിരുന്നാൽ അത് ഗർഭധാരണത്തിന് ദോഷമാണ്, അമിത വണ്ണമുണ്ടാക്കും, ഹോർമോൺ ഇംബാലൻസിന് കാരണമാകും, അസുഖങ്ങൾ മാറാൻ താമസം വരും. അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങുക എന്നതിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതും വിശദമായി നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒഴിവ് സമയമനുസരിച്ച് വീഡിയോകൾ കേട്ടുകൊണ്ട് ആവശ്യമുള്ളത് എഴുതിയെടുത്ത് ഈ ഒരു മാസം ഒന്നാമത്തെ ചാലഞ്ചിലെ ഒന്നാമത്തെ മാസം എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. നല്ല പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും കൂടി അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഒരു കാര്യത്തിലും അത് ചെയ്തോ ഇത് ചെയ്തോ നേരത്തെ ഉറങ്ങിക്കോ എന്നൊന്നും നിർബന്ധിക്കാൻ ആരും വരില്ല. ഇത് എൻ്റെ ആവശ്യമാണ്, എനിക്കൊരു കുഞ്ഞ് വേണം, ഒരമ്മയാവണം, വയസ്സ് കൂടുന്തോറും എനിക്കതിന് കഴിയാതെ വരും എന്നൊരു തിരിച്ചറിവോടുകൂടി ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അതിന് നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.